IPC 120B എന്ന വകുപ്പ്. ജീവപര്യന്തം തടവ്, അതല്ലെങ്കിൽ 10 വർഷം വരെ തടവ്, പിഴ എന്നിവ ലഭിച്ചേക്കാവുന്ന ഗുരുതരമാകിയിട്ടുള്ള വകുപ്പ് തന്നെയാണ് ഈ വകുപ്പ് എന്നത് പ്രേക്ഷകരോട് എടുത്തു പറയുന്നു. ഈ വകുപ്പിന്റെ പ്രത്യേകത എന്നത് സംഘം ചേർന്നോ അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കോ ഒരു ഗൂഢാലോചന നടത്തുക, വളരെ കൃത്യമായ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുക, അതാണ് IPC 120B. ഇവിടെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത്, ഈ കുറ്റം നടക്കുമ്പോൾ IPC എന്നത് മാത്രമായിരുന്നു നിലനിൽക്കുന്ന സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് എടുത്തു പറയേണ്ടത്, വളരെ കൃത്യമായി തന്നെ എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ അതായത് IPC 376D എന്ന വകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് 20 വർഷം വരെ ജീവപര്യന്തം തടവും പിഴ ശിക്ഷയും നിർബന്ധമായിട്ടുള്ള വകുപ്പ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ആണ് ഇത് ബാധകമാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പൾസർ സുനിയാണല്ലോ ഈ ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്ന് പറയുമ്പോഴാണ് ഈ വകുപ്പുകൾ പ്രധാനപ്പെട്ടതാകുന്നത്. മറ്റ് പല വകുപ്പുകൾ, തെളിവുകൾ നശിപ്പിക്കുന്ന വകുപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിച്ചു എന്നതിനോടൊപ്പം തന്നെ സംഘം ചേർന്ന് വനിതയെ ആക്രമിച്ചു എന്ന കുറ്റം നിലനിൽക്കുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ IT ആക്ടാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രതിപാദിച്ചു പോയത്. ആ IT ആക്ട് പ്രകാരം ഏറ്റവും ഒടുവിൽ, അതായത് IT ആക്ട് പ്രകാരമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് 2 പേർക്ക് നേരെ മാത്രമാണ് ഈ IT ആക്ട് ഇപ്പോൾ നിലനിൽക്കുകയുള്ളൂ എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഈ യുവതി സഞ്ചരിച്ച വാഹനം, ആ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നുകൊണ്ട് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ ആ യുവതിയെ ബലാത്കാരം ചെയ്ത സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ, അതിലൊരാൾ പൾസർ സുനിയാണ്, മറ്റൊരാൾ മണികണ്ഠനാണ്. ഇവർക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഈ വകുപ്പുകൾ എന്നുള്ളതാണ്. ഡാനി, ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം ചുമത്തപ്പെട്ട കേസാണ്. അതോടൊപ്പം തന്നെ ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന സംശയം നിലനിൽക്കുന്നു. ഇതിനെല്ലാം കൃത്യമായ ഉത്തരമല്ലേ അല്പസമയത്തിനകം അറിയാൻ പോകുന്നത്? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് കാരണം. ഇതിൽ ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഈ ഉറ്റുനോക്കുന്നത് ഇതിൽ എങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഇവരുടെ എന്താണ് ഈ ദിലീപ് കേസിലെ കുറ്റവാളികൾ, നടിയെ ആക്രമിച്ച കേസിലെ കുറ്റവാളികൾക്കുള്ള ശിക്ഷ എന്നതിനോളം തന്നെ പ്രാധാന്യമുണ്ട്. കാരണം എന്നാൽ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു ഈ മറ്റു പ്രതികൾ, ദിലീപ് അടക്കമുള്ള പ്രതികൾ എന്നതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള കാരണങ്ങൾ എന്താണ്, ഏത് തരം നിഗമനങ്ങളാണ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്, എന്താണ് അവർക്ക് പറയുക, ഇത് സംബന്ധിച്ച് അവരെ ഒഴിവാക്കിയത് സംബന്ധിച്ച് ഇനി എന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതൊരു അക്കാദമിക് ഇൻട്രസ്റ്റ് കൂടിയാണെന്ന് പലപ്പോഴും ഇവിടെ പല അഭിഭാഷകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇത് നിങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ മാത്രമല്ല ഈ വിധി പ്രസ്താവം കാത്തിരിക്കുന്നത്, ഞങ്ങൾ പലരുമുണ്ട്. കാരണം ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ട്രയലാണ്, വിചാരണയാണ്. അത് അക്കാദമിക് ഇൻട്രസ്റ്റോടുകൂടി തന്നെ പലരും നോക്കി നിൽക്കുന്നു. കാരണം വലിയ രീതിയിൽ തെളിവുകൾ സമാഹരിക്കപ്പെട്ടു എന്നതെല്ലാം തന്നെ പറയുന്നിടത്ത് നിന്ന് പിന്നീട് അതൊന്നുമില്ലാത്ത രീതിയിൽ പ്രധാനപ്പെട്ട ഒരാളെ ഈ ഒരു പ്ലോട്ടിൻ്റെ അതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്നെല്ലാം തന്നെ അന്വേഷണ സംഘം വിളിച്ചിരുന്ന ഒരാൾ, അയാൾ ഈ കേസിൽ ആരുമല്ലാതാവുന്നു, അയാളെ ഒഴിവാക്കുന്നു എങ്കിൽ പിന്നെ എന്താണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്, എന്താണ് ആ വിധിന്യായത്തിൽ പ്രസക്തമായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരുപക്ഷെ കുറ്റവാളികൾക്ക് എന്തു ശിക്ഷ കിട്ടി എന്നതിനേക്കാളും അധികം ഒരുപക്ഷെ പ്രാധാന്യത്തോടുകൂടി കൂടുതൽ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ദിലീപ് അടക്കമുള്ള പ്രതികൾ ഒഴിവാക്കപ്പെട്ടത് എന്നത് തന്നെയായിരിക്കുമെന്ന് തോന്നുന്നു അഭിലാഷ്. തീർച്ചയായും ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് പൊതുവെ സമൂഹത്തിന് കേൾക്കാൻ താല്പര്യമെന്ന് പറയുമ്പോഴും പ്രിയ പ്രേക്ഷകരെ ആവർത്തിച്ച് പറയുന്നു, ആരുടെ പേരിൽ ആണെങ്കിലും, എന്തിനു വേണ്ടിയാണെങ്കിലും, ആരുടെ കൊട്ടേഷൻ ആണെങ്കിലും ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തെ പിച്ചി ചീന്താൻ ഒരു സംഘം ആളുകളെ വിലക്കെടുക്കാൻ പറ്റുന്നുവെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നവർ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രതികൾ എന്നത്
നമ്മൾ മാറ്റിവെച്ചുകൂടാ എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. ആരെങ്കിലും കൊട്ടേഷൻ നൽകിയാൽ അത് ഏറ്റുപിടിക്കാനും അത് ചെയ്യാനും ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അവളെ ബലാത്കാരമായി അവളുടെ ദൃശ്യങ്ങളടക്കം പകർത്തി നൽകാൻ പറ്റുന്ന തരത്തിൽ ഈ സമൂഹത്തിൽ പ്രതികൾ ഉണ്ടാകുന്നുവെങ്കിൽ അവർക്കാണ് ആദ്യം ശിക്ഷ നൽകേണ്ടത്. ഗൂഢാലോചന എന്നത് ചെറിയ കാര്യമല്ല. ഇതൊരു ദൗത്യം എന്ന നിലയിൽ ഏൽപ്പിച്ചുവെങ്കിൽ, കൊട്ടേഷൻ എന്ന നിലയിൽ ഏൽപ്പിച്ചുവെങ്കിൽ അതും ചെറിയ കാര്യമല്ല. അത് അന്വേഷണ സംഘം തെളിയിക്കട്ടെ. ഇവിടെ ഇതാ പൾസർ സുനി കുറ്റക്കാരനായി ഒന്നാമത്തെ പ്രതിയായി എത്തുന്നു എന്ന് മാത്രവുമല്ല, പൾസർ സുനി ഒരു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം പകർത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള നരാധമന്മാർക്ക് എന്ത് ശിക്ഷ എന്നതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രതിഭാഗത്തിലേക്ക് ഒരു സിനിമാ താരം എത്തി എന്നതുകൊണ്ട് ഇവർ ചെയ്ത നിഷ്ഠൂരമായ ഈ ക്രൂരകൃത്യത്തെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നേരത്തെ ഡാനി സൂചിപ്പിച്ചു കഴിഞ്ഞു, നടൻ ദിലീപ് ഇതിൽ പ്രതിയായിരുന്ന സമയത്ത് കോടതിയുടെ പരിസരത്തിൽ അടക്കം വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നുവെങ്കിൽ ഈ കോടതി വിധിയും കേരളം സസൂക്ഷ്മം വീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. അല്പസമയം മുമ്പ് കോടതിയിൽ അന്തിമവാദം നടക്കുമ്പോൾ ഈ പ്രതികൾ പൊട്ടിക്കരയുകയും ദയയാചിക്കുകയും ചെയ്തത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവർക്ക് പറയാനുണ്ടായിരുന്നത് എനിക്ക് പ്രായമായ അമ്മയുണ്ട് എന്നാണ്, എനിക്ക് മകളുണ്ട് എന്നാണ്, എനിക്ക് ഭാര്യയുണ്ട് എന്നാണ്. അങ്ങനെയുള്ളവർക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടപ്പോൾ പൾസർ സുനി അങ്ങനെ പ്രായമായ ഒരു അമ്മയുണ്ട് എന്ന് ഓർത്തില്ല എന്ന് സമൂഹം ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു മകളുണ്ട് എങ്കിൽ, ഭാര്യയുണ്ട് എങ്കിൽ എന്തിനാണ് ഈ ക്രൂരകൃത്യത്തിന്റെ ഭാഗമാകാൻ മണികണ്ഠനും വിജീഷും പ്രദീപും ഒക്കെ തയ്യാറായത് എന്ന ചോദ്യമുണ്ട്. അതിനുകൂടിയുള്ള ഉത്തരമായി മാറണം ഈ കോടതി വിധി എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതേസമയം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ് 6 പേരും എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നത് ഇവർ കുറ്റക്കാരാണ് എന്ന് വിധിച്ചതിലൂടെ തന്നെ വ്യക്തമാണ്. പക്ഷേ എന്തൊക്കെ ക്രൈം ആണ് ഇവർ ചെയ്തത്? പ്രേക്ഷകരോട് വളരെ കൃത്യമായി പറയാനുള്ളത്, ഒരു ക്രൈമിൽ ഭാഗമാകുന്നവർ ആ ക്രൈമിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രവൃത്തികളിലും വ്യാപൃതരാകണം എന്നില്ല. ഒരു ക്രൈമിന്റെ ഭാഗമാകുന്നവർ ആ ക്രൈമിനെ കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞിരിക്കണമെന്നുമില്ല. അതാണ് കോടതി അന്തിമ വാദഘട്ടത്തിൽ ചോദിച്ചത്. ഈ ദൗത്യത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീചപ്രവൃത്തിയുടെ കേന്ദ്ര ബിന്ദു എന്നത് പൾസർ സുനി ആയിരുന്നില്ലേ? ഈ പൾസർ സുനിയല്ലേ ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾ ചെയ്തത്, ബലാത്കാരം ചെയ്തത്? അതുകൊണ്ട് തന്നെ കേസിൽ അംഗമായിട്ടുള്ള ഈ 6 പ്രതികളും ഇത് വളരെ കൃത്യമായി അറിഞ്ഞിരുന്നു. ഇതെല്ലാം നേരത്തെ അറിഞ്ഞു തന്നെയാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായത് എന്ന് എങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും? അതിന് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതായത് പൾസർ സുനി എന്ന വ്യക്തി ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താനും ആ ദൃശ്യങ്ങൾ പകർത്താനും തീരുമാനിക്കുന്നു. ഈ പ്ലാൻ തന്നെയാണോ ഈ 6 പ്രതികളോടും പങ്കുവെച്ചത്? അതിനപ്പുറത്ത് ഈ പ്രതികൾക്ക് കൃത്യമായി അറിയാതെ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും കൊട്ടേഷൻ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്നാണോ പൾസർ സുനി പറഞ്ഞത്? ഇതൊക്കെയാണ് നമ്മൾ വാദത്തിന്റെയും പ്രതിവാദത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തപ്പെട്ടുവെന്നും ആ വകുപ്പുകൾക്കനുസരിച്ചുള്ള എന്ത് ശിക്ഷ ഇവർക്ക് ലഭിക്കും എന്നും അറിയേണ്ടത്. അവിടെയാണ് പ്രോസിക്യൂഷൻ വിവിധ വകുപ്പുകൾ ചുമത്തിയപ്പോൾ ആ വകുപ്പുകൾ അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണം എന്ന് പറഞ്ഞത്. അതായത് ബലാത്സംഗ കുറ്റം നിൽക്കുന്നു എങ്കിൽ അതിൽ ബലാത്സംഗത്തിന് ലഭിക്കാവുന്ന ജീവപര്യന്തം ശിക്ഷ തന്നെ നൽകണം. ക്രിമിനൽ ഗൂഢാലോചന വകുപ്പ് നിലനിൽക്കുന്നു